ഹേ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു തെക്കുവടക്. ആൻഡ് തീർച്ചയായിട്ടും നമ്മൾ തൃശ്ശൂർ മൾട്ടിപർപ്പസ് മ്യൂസിയം കാഴ്ചകളിലൊക്കെ കണ്ട് ഒരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ നമ്മൾ നേരെ തിരിച്ചു വന്നിരിക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് മെല്ലെ ഒല്ലൂരിൻ്റെ മണ്ണിലെത്തി നിൽക്കുകയാണ്. പക്ഷേ ഈ ഒല്ലൂരിൻ്റെ വരവിലേക്ക് കുറച്ച് സവിശേഷമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, കാഴ്ചകളുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് വലുത് ആദ്യത്തേത് ഇത് കുറേ കൂടി പ്രിയപ്പെട്ടതാണ് അല്ലേ. സോ അത്തരത്തിൽ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ആയുർവേദ ചരിത്ര മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. വൈദ്യരത്നം ആയുർവേദ അല്ലെ മ്യൂസിയം. യെസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചരിത്രത്തെ കുറേ കൂടി നമ്മൾ അടുത്തറിയാനും കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ 5000-ലേറെ വർഷത്തിൽ പഴക്കമുള്ള ആയുർവേദത്തിന്റെ ചരിത്രത്തെ കുറിച്ച് അറിയാനാണെങ്കിലോ കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ. യെസ്. അപ്പോൾ ഇവിടെ തുടങ്ങുകയാണ്. ആ തുടക്കത്തിന്റെ ചരിത്രത്തിന്റെ കുറേ കൂടി അടുത്തറിയാനും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ക്യൂറേറ്റർ അനിൽ സാർ കൂടി നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം മെല്ലെ നമുക്ക് അനിൽ സാറിന്റെ അടുത്തേക്ക് പോലെ. നമസ്കാരം സർ. നമസ്കാരം. എന്നെ ഇവിടെ എത്തുമ്പോൾ തന്നെ കുറേയേറെ നമ്മുടെ ഉള്ളിലെ അല്ലെ ആശ്ചര്യങ്ങളും കുറേയേറെ സംശയങ്ങളും ഒക്കെ ഉന്നയിച്ച് നിൽക്കും ഈ കാഴ്ചകൾക്കൊപ്പം തന്നെ. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ വ്യക്തമാണ് അനിൽ സാർ ഈ ചരിത്രം മുഴുവൻ അരച്ച് കലക്കി കുടിച്ച് നിൽക്കുന്ന വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ക്യൂറേറ്റർ അദ്ദേഹം ഭംഗിയായിട്ട് തന്നെ കർത്തവ്യം നടത്തിക്കൊണ്ടുപോകുന്നതും. ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടതിൽ. ആദ്യത്തേത് എന്ന് പറയുന്നു അതിൽ തന്നെ സവിശേഷതയുണ്ട് അല്ലേ. പ്രത്യേകിച്ച് ആയുർവേദം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചരിത്രമാണ്, വലിയ ചരിത്രമാണ്. അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കുറേ കൂടി അടുത്തറിയാനും പഠിക്കാനും പറ്റുക എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ശരിക്കും ഇവിടെ വന്ന് ഒരാൾ കാണണമെന്ന് പറയാനുള്ള ഒരു കാര്യം എന്തുകൊണ്ട്? ലോകത്തെല്ലായിടത്തും ആയുർവേദം ഉണ്ടെങ്കിലും കുറച്ചും കൂടി ഇന്ത്യയിലെ ഒരു ഒറിജിൻ അത് കഴിഞ്ഞ് കേരളമാണ് അതിൻ്റെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത്. ഫോറിൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ ചെറിയ ചെറിയ തീമുകൾക്ക് പോലും മ്യൂസിയങ്ങളുണ്ട്. ഇത്രയും ഗംഭീരമായിട്ടുള്ള ചരിത്രമുള്ള ആയുർവേദത്തിന് വേണ്ടി ഒരു മ്യൂസിയം കേരളത്തിൽ ഉണ്ടായില്ല. ആയുർവേദത്തിൻ്റെ ചരിത്രം പറയുന്ന ഒരു മ്യൂസിയം വേണമെന്നുള്ളത് ഞങ്ങളുടെ അതായത് ഈ വൈദ്യരത്നം ഗ്രൂപ്പിൻ്റെ ഫൗണ്ടറായിരുന്ന നീലകണ്ഠ പത്മശ്രീ നീലകണ്ഠ മൂസിന്റെ 100ാം ജന്മവാർഷികം. അപ്പോൾ 2005-ലായിരുന്നു. ഒരു 8 വർഷത്തോളം നമ്മൾ ഇത് സമയമെടുത്ത് തീർക്കാനാണ് പണികളും അതുപോലെ തന്നെ റിസർച്ചും കാര്യങ്ങളൊക്കെ സമയം. അപ്പോൾ ചെയ്തു വരാനും കുറച്ച് സ്റ്റാച്ചു ഉള്ളി പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് അങ്ങനത്തെ വർക്കാണ്. അപ്പോൾ ഒരു ആ ഒരു കാലഘട്ടത്തിൻ്റെ ആംബിയൻസ് ഒക്കെ നമ്മൾ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ലൈഫ് സൈസ് പ്രതിമകളായിട്ട് അവരൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത് നമുക്ക്. എങ്ങനെയാണ് ശരിക്കും വിസിറ്റേഴ്സിന് സമയം എങ്ങനെയാണ്? സമയം 9 തൊട്ട് 6 മണി വരെ. ഒരു ദിവസം പോലും മുടക്കില്ല, എല്ലാ ദിവസവും. അല്ല, തിങ്കളാഴ്ച നമുക്ക് സാധാരണ ലോകത്തുള്ള എല്ലാ മ്യൂസിയങ്ങളും മുടക്കണവരെ തന്നെ കൊടുക്കും. ഈ കാഴ്ചകളകത്ത് ഈ പറയുന്നതിനേക്കാൾ മേലെ ഉണ്ടെന്ന് അറിയാം. എനിക്കൊന്നും നമുക്കത് കണ്ട് അല്ലെ അതിനൊപ്പം തന്നെ ഏറ്റവും ആദ്യം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇത് നമ്മൾ പറയാ ഇത് നമുക്ക് കേരളത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ട്രഡീഷനാണ്. നിങ്ങൾക്കറിയാം നമ്മൾ ആയുർവേദം മരുന്നുകൾ കുപ്പിയിലാക്കാൻ തുടങ്ങിയിട്ട് 100 വർഷത്തോളമൊക്കെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് നമ്മൾ വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ മരുന്നുകൾ ഉണ്ടാക്കി കഴിക്കുകയാണ്. ഇതിന് കൃത്യമായിട്ട് എന്തെങ്കിലും പേര് പറയും ഒരു ബോക്സിന്? അങ്ങാടിപ്പെട്ടി എന്നാണ് പറയുന്നത്. ഇതിങ്ങനെയല്ല, ഇത് ചെറിയ വേർഷനാണ്. ഇതിൽ ഫുൾ ഇതുണ്ടായിരിക്കും. പിന്നെ അതുമാതിരി തന്നെ ഇതിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന അസിസ്റ്റന്റ് ഉണ്ടാവില്ല വൈദ്യൻ്റെ, ഭയങ്കര എക്സ്പെർട്ട് ആയിരിക്കും. ഇങ്ങനെ കൈകൊണ്ട് എടുത്തിട്ടാൽ കറക്റ്റ് അളവായിരിക്കും. വേറെ തൂക്കി നോക്കേണ്ട ആവശ്യമില്ല, അത്ര കറക്റ്റ് ആയിരിക്കും. ഇതിലിപ്പോ 54 ആയിട്ടുണ്ട്. ഇത് അന്ന് ഇത് ബാലൻസ് ആണ്, വെള്ളിക്കോല് എന്നാണ് അതിന് പറയാ. ഇനി ഏറ്റവും സിമ്പിളായിട്ടുള്ള ആയുർവേദം കൊണ്ട് ഞാൻ പറയാം. ഇതിൽ ഇപ്പം നിങ്ങൾ നോക്കിയില്ലേ കുറേ സാധനങ്ങൾ കണ്ടു. നിങ്ങളുടെ അടുക്കളയാണ് നിങ്ങളുടെ ആശുപത്രി, നിങ്ങളുടെ അമ്മയാണ് നിങ്ങളുടെ വൈദ്യര്, നിങ്ങളുടെ ആഹാരമാണ് നിങ്ങളുടെ ഔഷധം, നിങ്ങളുടെ ജോലിയാണ് നിങ്ങളുടെ ആരോഗ്യം. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ആയുർവേദം. ഓക്കെ. അപ്പം എന്തായാലും അങ്ങാടിപ്പെട്ടിയിലൂടെ തന്നെയാണ് നമ്മുടെ ചരിത്ര മ്യൂസിയത്തിലേക്കുള്ള ഒരു എൻട്രി അല്ലേ. യെസ്. ഫസ്റ്റ് റൂം വരുന്നത് ആയുർവേദത്തിൻ്റെ ഉൽപ്പത്തിയാണ്. നമ്മൾ പറയില്ല 5000 വർഷം പഴക്കമുള്ള ആയുർവേദം എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അവിടെ നിന്നാണ് നമുക്ക് ട്രേസ് ഓഫ് ഹിസ്റ്ററി ട്രേസ് കിട്ടുന്നത്. അപ്പോൾ ഈ റൂമിൽ നമ്മുടെ ആയുർവേദത്തിൻ്റെ ഉൽപ്പത്തി അതിന് ചില കാര്യങ്ങൾ തിയറി ഓഫ് സിഗ്നേച്ചർ എന്നൊരു ഭാഗമൊക്കെ ഉണ്ട്. നമ്മൾ ചില വസ്തുക്കളുടെ സിമിലാരിറ്റി കൊണ്ട് മരുന്നായിട്ട് ഉപയോഗിക്കുക, അങ്ങനെ ഒരു ഭാഗമാണ് വന്നത്. അതാണ് ഫസ്റ്റ് റൂം. സെക്കൻഡ് റൂം എന്ന് പറയുമ്പോൾ സംഹിതകളുടെ കാര്യം. സംഹിത എന്ന് പറയുമ്പോൾ പ്രൈമറി ബുക്സ് ഓഫ് ആയുർവേദ. ആയുർവേദത്തിൽ പറയില്ല, നമ്മൾ 2 സ്കൂളായിട്ടാണ് ആയുർവേദം ഉള്ളത്. ഒന്ന് ചരകന്മാരെ ചരക സംഹിത, ഒന്ന് ശുശ്രൂഷ സംഹിത. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ സർജറിയാണ്. ചരകം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മെഡിസിനും അല്ലെങ്കിൽ ആ ഒരു ഭാഗമാണ്. കേരളത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതും ഈ ഒരു സമ്പ്രദായമാണ്. നമുക്ക് സർജറി എത്ര കാര്യമായിട്ട് അന്നു കാലത്തും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി ഇതിലൊരു ആചാര്യം കൂടി ഉണ്ട്, അതായത് വാഗ്ഭടം എന്ന് പറയും. അദ്ദേഹം ഈ 2 ഗ്രന്ഥങ്ങളും കൂട്ടിച്ചേർത്തിട്ട് അഷ്ടാംഗ ഹൃദയം, അഷ്ടാംഗ സംഗ്രഹം ഉണ്ടാക്കി. അദ്ദേഹം 5-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്നു. കേരളത്തിലെ വൈദ്യന്മാരെ ഈ അഷ്ടവൈദ്യന്മാരെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് കേരളത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അഷ്ടാംഗതയും അഷ്ടാംഗ സംഗ്രഹമാണ്. ഇനി ആയുർവേദ കൺസെപ്റ്റ് ഈ ഇവിടെ കാണിച്ചിട്ടുള്ള അതൊക്കെയാണ്.
അതായത് എന്ന ജഗത്തെ വനൌഷധം എന്ന് പറഞ്ഞാൽ ഇത് മരുന്നല്ലാത്ത ഒരു വസ്തു ഭൂമിയില്ല എന്ന് പറഞ്ഞില്ല. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് അറിയണം, പക്ഷേ ഏത് ഭാഗം ഉപയോഗിക്കണം എന്നറിയണം, എങ്ങനെ അത് പ്യൂരിഫൈ ചെയ്യണം എന്നറിയണം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ റൂം ഇപ്പോൾ പറയില്ല, ഈ റൂമിലൊക്കെ നമ്മൾ അതാണ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഗ്രന്ഥങ്ങൾ ഉണ്ടായി തുടങ്ങി, ആളുകൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ സംഗ്രഹങ്ങളുടെ കാലം അതുകൊണ്ട് ബാക്കിൽ മൂടൊക്കെ. അപ്പോൾ ഇത് അന്നത്തെ ഒരു ഗുരുവിൻ്റെ ഒപ്പം നിന്ന് പഠിക്കുക. അപ്പോൾ ഗുരുക്കന്മാരുടെ അനുഭവ സമ്പത്ത് ഗ്രന്ഥങ്ങളിലേക്ക് ആഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അന്ന് കാലത്ത് മരുന്നുകൾ നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചൊന്നുമില്ല അവിടെ, അതുപോലെയാണ് ചെയ്യുന്നത്. പിന്നെ അന്ന് രാജവൈദ്യം, അപ്പോൾ രാജാക്കന്മാരുടെ വൈദ്യന്മാർ അല്ലെങ്കിൽ അപ്പോൾ രാജാക്കന്മാർക്ക് വേണ്ടി മരുന്നൊക്കെ അവിടെയാണ് ഈ രസശാലകൾ തുടങ്ങുന്നത്, അതായത് ഫാർമസികൾ തുടങ്ങിയത്. അതായത് വാസ്തുപ്രകാരം ഫാർമസികൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമ്മൾ വൈദ്യുതി തുടങ്ങുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് കേട്ടോ. ഇത് ഇവിടെ നമ്മൾ നമ്മുടെ ഫാക്ടറിയിൽ ഉപയോഗിച്ചിരുന്നത്. മാറ്റി ഈ റൂം വരുന്നത് നമ്മൾ അഷ്ടാംഗ ആയുർവേദം, കുറച്ച് ആയുർവേദം മെഡിക്കൽ സയൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു മെൻ്റൽ പേഷ്യൻ്റ് നമ്മൾ വിളിക്കുന്ന വാക്കാണ് ലൂനാറ്റിക് അല്ലേ. ലൂനാറ്റിക് എന്നാണ് നമ്മൾ മെൻ്റൽ പേഷ്യൻ്റ് പറയുന്നത്. ചന്ദ്രനായിട്ടൊരു ബന്ധമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതായത് ചന്ദ്രഗ്രഹണത്തിന് ഈ ഭ്രാന്തിൻ്റെ ഇത് കൂടുന്നതാണ്. കുട്ടികൾ അതുവരെ സ്ത്രീകളുടെ മെനസ സൈക്കിൾ ഈസ് കണക്ട് വിത്ത് ലൂനാ സൈക്കിൾ. മൃഗങ്ങൾക്ക് മതിയാവണില്ല, അത് ഇതായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആ ഒരു ഭാഗമാണ്, അതായത് ഗ്രഹ ചികിത്സ എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടാകുന്ന രോഗം, പ്രത്യേകിച്ച് മാനസിക രോഗങ്ങൾ. ഇവിടെ സർജറിയുടെ ഭാഗമാണ് വരുന്നത്. സർജറിക്ക് അന്ന് കാലത്ത് ഉപയോഗിക്കുന്നത്. ഈ സർജറിക്ക് വരുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ പോലും പ്രകൃതി നിർത്തുന്നത്. ബയോമിമിക്രി എന്ന് പറയാം. കാകമുഖി കാക്കയുടെ കൊക്കാണ്. ബഗമുഖി അരയന്നത്തിന്റെ കൊക്കാണ്. സിസേഴ്സ് ഫ്രം ക്രൊക്കഡൈൽ അതാണ്. ഇവിടെ വരുമ്പോൾ മാനചികിത്സ കുറച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ കേട്ടിട്ടുണ്ടാവും. കുടി പ്രാവേശികം എന്ന് പറയും, രസായന ചികിത്സ എന്നൊക്കെ പറയില്ലേ, ഏജ് റിവേഴ്സിംഗ് ട്രീറ്റ്മെന്റ്, അതിൻ്റെ ഒരു ഭാഗമാണ്. അതായത് അമ്മയുടെ ഗർഭപാത്രം, യഥാർത്ഥ കായകൽപ്പം നമ്മളാണ്. അതായത് ഇതുപോലെ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ മോഡലുള്ള ഒരു കുടി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ 9 മാസം ഒരു ഗർഭകാലം താമസിച്ച് രസായനം കഴിച്ച് തൊലി നഖം ഒക്കെ കൊഴിഞ്ഞുപോയി ഫ്രഷ് ആയിട്ട് തിരിച്ചു വരുന്ന പരിപാടി ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. എന്താ പറയുക, ആരൊക്കെ 9 മാസം ഇരിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു മിനിറ്റ് പോലും മൊബൈലിലാണ്ട് പറ്റില്ല, ലാപ്ടോപ്പിലാണ്ട് പറ്റില്ല. അതൊക്കെയാണ് ഒരു പ്രശ്നം. ചെയ്യുന്നുണ്ട് കേട്ടോ, പാലക്കാട് ഒരു ഡോക്ടർ ചെയ്യുന്നുണ്ട്. പണ്ട് കാലത്ത് ആയുർവേദത്തിലെ ഗ്രന്ഥങ്ങളിൽ അതൊരു എക്സ്പെർട്ട് ആകുമ്പോൾ ഒരു ചാപ്റ്റർ തന്നെയുണ്ട്, ലക്ഷണങ്ങൾ എന്ന് പറയും. ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഓറ പഠിച്ച് അല്ലെങ്കിൽ ആ ലക്ഷണങ്ങൾ പഠിച്ച് ആ പേഷ്യൻ്റ് എന്നും മരിക്കും എന്ന് പ്രവചിക്കാനുള്ള കഴിവുണ്ടായിരുന്നതാണ് അന്നത്തെ വൈദ്യന്മാർ. നിങ്ങൾ ബുക്ക് വായിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ജീവൻ മഷായ എന്ന് പറഞ്ഞിട്ട് ആരോഗ്യ നമ്മൾ ഒരു കൽക്കട നോവലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പറയേണ്ടത് സ്ഥിതിയുള്ള ആൾക്കാർ. അതുകൊണ്ട് നമ്മുടെ മൂസ അറിയപ്പെടുന്നത് മരണത്തേക്കാടുന്നതാണ്. അദ്ദേഹം 18 ജീവിച്ചിരുന്നതാണ്. അദ്ദേഹത്തിന് ഈ സിദ്ധി ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇവിടെ തുടങ്ങുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഗുളിക വില്ലുവാതി ഗുളിക. അതായത് അറിയാലോ, അന്ന് വിഷ ചികിത്സയ്ക്ക് എല്ലാത്തിനും ഉപയോഗിച്ചിരുന്നു. അതായത് ഒരു എമർജൻസി മെഡിസിൻ എന്ന് പറയും, നമ്മൾ എന്ത് ആവശ്യത്തിനും വീട്ടിൽ സൂക്ഷിക്കേണ്ട ഗുളികയാണ്, എക്സ്റ്റേണൽ ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഒരു എമർജൻസി മെഡിസിൻ ഉണ്ട്. അന്ന് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചിലവ് 20 പൈസയാണ്. ഇപ്പോൾ ഞങ്ങൾ കഷ്ടി 100 വർഷമാവാനാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ വില 20 പൈസ. അതിൻ്റെ ഒരിക്കലും വില കൂട്ടണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ഈ കാണാൻ പോകുന്നത് ഓരോ റൂമുകളും ഓരോ കാലഘട്ടത്തിന് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. 3D എഫക്റ്റ് ആണല്ലോ, എല്ലാം 3Dയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10 കൊല്ലം മുമ്പ് ഒരു കൗതുകമായിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു സ്കൂൾ കുട്ടികൾക്ക് നമ്മൾ അറിയില്ല, ഒരു സബ്ജക്റ്റ് അങ്ങനത്തെ. അപ്പോൾ അവർക്കൊരു കൗതുകം ഉണ്ടാവാൻ വേണ്ടിയാണ് 3D ഫോട്ടോകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രീ ഇൻഡിപെൻഡന്റ് പീരീഡ്, അതായത് സ്വാതന്ത്ര്യ റൂമുണ്ടായിരുന്ന ആയുർവേദത്തിൻ്റെ ചരിത്രവും അന്നത്തെ ചികിത്സാ രീതികൾ, മരുന്നുണ്ടാക്കുന്ന രീതികൾ, വിദ്യാഭ്യാസ രീതികൾ, ഇതാണ് നമ്മൾ ഈ റൂമിൽ ചെയ്തിട്ടുള്ളത്. അടുത്ത റൂമിൽ ഇതിൻ്റെ മോഡേൺ വേർഷനാണ്. അതായത് കൈകൊണ്ട് അരക്കൽ മാറി മെഷീനറികളായി, വിറകെടുപ്പ് മാറി ബോയിലറുകളായി, അല്ലെങ്കിൽ മരുന്ന്, അപ്പോൾ പിന്നെ ഒരു പഠിക്കുന്ന ഗുരുകുലം മാറി കോളേജുകളായി, ആശുപത്രികൾ, അതായത് കിടത്തി ചികിത്സ തുടങ്ങി. ഇതൊക്കെ അതാണ് ഈ സെക്കൻഡ് റൂമിൽ നമുക്ക്. ഇതിൽ നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ വൈദ്യരത്നം ടൈറ്റില്, അതായത് 1924 നാരായണമൂസ് എന്ന് പറയും, അദ്ദേഹത്തിനാണ്. അന്ന് ചില ബ്രിട്ടീഷുകാർ പലപ്പോഴും ആയുർവേദത്തിന് അത്ര കാര്യമായിട്ട് പ്രൊമോഷൻ ഒന്നും ഉണ്ടായില്ല. പക്ഷേ അവർക്ക് പലപ്പോഴും പല വൈദ്യന്മാരുടെ സർവീസൊക്കെ അദ്ദേഹം രാജാവിനൊക്കെ ചികിത്സിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, ബറോഡ രാജാവിൻ്റെ അനിയനൊക്കെ. അപ്പോൾ ആ ഒരു ഇതിലാണ് അദ്ദേഹത്തിന് അന്ന് 3 പേർക്കാണ് വൈദ്യരത്നം ടൈറ്റിൽ കിട്ടിയത് കേരളത്തിൽ. തൃപ്രങ്ങോട്ട് മൂസ്, പിന്നെ വൈദ്യരത്നം നാരായണമൂസ്, അത് പിന്നെ കോട്ടക്കൽ വാര്യർ സാർ. അപ്പോൾ പിന്നെ
അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു മേജർ ടൈറ്റിൽ. ഇതാണ് ആ ഫോട്ടോ, ആ ടൈറ്റിൽ കിട്ടിയ ഫോട്ടോ ആണ്. ഇവിടെ വരുമ്പോൾ ഇത് നമുക്ക് 1992 നീലകണ്ഠ മൂസ, അതായത് വൈദ്യരത്നം തുടങ്ങിയില്ല നമ്മുടെ അദ്ദേഹത്തിന്, ഞങ്ങളുടെ ഫൗണ്ടർ അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയത്. 2010 നാരായണ മൂസ, അദ്ദേഹത്തിൻ്റെ മകൻ നാരായണ മൂസിന്, അദ്ദേഹം 3 വർഷം മുമ്പ് മരിച്ചു, അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയത്. തെക്കുവടക്കിൻ്റെ പല എപ്പിസോഡുകളിലും നമ്മൾ നാലുകെട്ടിൽ പൂവിലും അല്ലെ ആ ഒരു കാഴ്ചയിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് കുറേ കൂടി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ്. ഒരു മഴ പെയ്ത് തോർന്ന ഒരു ഫീലിൽ അല്ലെ, ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് കൂടെ കിട്ടി. യെസ്. സോ ഇന്ന് ചരിത്രങ്ങളിലൂടെ നടന്നൊരു യാത്ര കൂടിയായിരുന്നു. ആദ്യം നമ്മൾ മൾട്ടിപർപ്പസ് മ്യൂസിയം, അത് കഴിഞ്ഞ് നമ്മൾ ആയുർവേദ മ്യൂസിയം, ആയുർവേദത്തിന്റെ ചരിത്രത്തിലൂടെ പോയി അല്ലെ. ഇന്ന് ഫുൾ മ്യൂസിയത്തിലായിരുന്നു നമ്മൾ. ആണ്. സോ ഇവിടെ വന്ന് നിൽക്കുന്നത് ശരിക്കും തൈക്കാട്, അതിൻ്റെ ഒരു ആയുർവേദ ചികിത്സ അല്ലെങ്കിൽ വൈദ്യരത്നത്തെ കുറിച്ചൊരു വാക്കുകൾ, അവരുടെ ചരിത്രം തുടങ്ങി വെക്കുന്നത് ഇവിടെ നിന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 100 വർഷത്തിൽ അല്ലെ പഴക്കമുള്ള ഈ നാലുകെട്ടിൽ നിന്നായിരുന്നു ഇവരുടെ വൈദ്യ ചികിത്സയ്ക്ക് തുടക്കം കുറിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും പിന്നീടുള്ള അതിൻ്റെ ഒരു വളർച്ചയ്ക്ക് തുടക്കം കുറിക്കിയതും അല്ലെങ്കിൽ ആദ്യ അല്ലെ നട്ടതും ഇവിടെ നിന്നാണെന്ന് പറയാം അതിന് തുടക്കം. സോ അവിടെ നിന്ന് തന്നെ ആവട്ടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു വൈൻഡപ്പും. സോ ചരിത്രങ്ങൾ കടന്നുപോയ തൊട്ടറിഞ്ഞ നിമിഷങ്ങളിലൂടെയൊക്കെ പോയ ഒരു എപ്പിസോഡിൽ നമ്മൾ മെല്ലെ തൽക്കാലത്തേക്ക് ഇവിടുന്ന് വൈൻഡപ്പ് പറയുകയാണ്. സോ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും അല്ലേ. സോ ഇതുവരേക്കും സൈനിങ് ഓഫ്, റോഹൻ ലോന, ക്രിസ് ലോറൻസ്. ബൈ.